മീഡിയൻ ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റിനാണ് മീഡിയൻ എന്ന് പറയാം. ആവറേജ് എന്ന് പറഞ്ഞാൽ മീൻ എന്ന് പറഞ്ഞാൽ ആവറേജിനെയാണ് മീൻ എന്ന് പറഞ്ഞത് അല്ലേ. പക്ഷേ മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡ് മോസ്റ്റ് വാല്യൂവിനെയാണെന്ന് പറയാം, മീഡിയൻ എന്ന് പറയാം. ചിലപ്പോൾ ആവറേജും മീഡിയനും സെയിം ആവാൻ സാധ്യതയുണ്ട് ചില സാഹചര്യങ്ങളിൽ ആവറേജും മീഡിയനും മീനും മീഡിയം ഡിഫറെൻ്റ് ആവാനും സാധ്യതയുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഒരു ഗ്രാഫൊക്കെ പറഞ്ഞിരുന്നു. അതിൽ മീനും മീഡിയം ഒക്കെ ഡിഫറെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്കീനസ് ഒക്കെ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ അതിൽ ചില സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് വരും, ചില സാഹചര്യങ്ങൾ സെയിം ആയിട്ടൊക്കെ വരാറുണ്ട്. ഇതിലും എന്തുണ്ട്, 2 രീതിയിലുള്ള കാൽക്കുലേഷൻ ഉണ്ട്. ഒന്ന് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഇങ്ങനെ 2 രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, n+1/2th ഐറ്റം. ഓക്കെ, n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ, അതിനെ 1 കൊണ്ട് ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് നമുക്ക് നോക്കാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 1, 2, 3, 8, 6, 5, 4, 9 ഇങ്ങനെ നമുക്ക് ഒരു സീരീസ് നമുക്ക് കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ എഴുതാം. ആരോഹണ ക്രമത്തിൽ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് 1, 2, 3, പിന്നെ വരുന്നത് 4, പിന്നെ അതിനേക്കാൾ കഴിഞ്ഞിട്ട് 5, പിന്നെ നമുക്ക് 8, പിന്നെ 9. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതി. എന്നതിന് ശേഷം നമുക്ക് ഇതിനെ കറക്റ്റ് നടുവിലെ വാല്യൂ എടുത്താൽ മീഡിയനായി. അപ്പോൾ നമുക്ക് ഇതിന് ഇക്വേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിൽ നിന്ന് 3 ഒഴിവാക്കി, ഈ സൈഡിൽ നിന്ന് 3 ഒഴിവാക്കി. അപ്പോൾ നടുവിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 4 ശരിക്കും ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കാണാം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞത് n+1/2th ഐറ്റം ആണ്. n എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7. 7 + 1/2. അപ്പോൾ 8/2 4. 4ാമത്തെ ഐറ്റം 1, 2, 3 4ാമത്തെ ഐറ്റം. 4ാമത്തെ ഐറ്റമാണ് മീഡിയന് വരിക. ഇത് നമുക്ക് ഒറ്റ സംഖ്യ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പം. ഓഡ് വാല്യൂ ആയതുകൊണ്ട് ഈ സീരീസ് നോക്കുകയാണെങ്കിൽ ഒറ്റ സംഖ്യ ആണല്ലോ, അതുകൊണ്ടാണ് നമുക്കിതിൻ്റെ വാല്യൂ. കാരണം ഒറ്റ സംഖ്യ എന്ന് ഉദ്ദേശിച്ചത് 7 നമ്പറാണല്ലോ ഉള്ളത്. 1, 2, 3, 4, 5, 8, 9 ടോട്ടൽ 7 ഉള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് നടുവിലെ വാല്യൂ ഈസി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇരട്ട സംഖ്യ ഈവൻ നമ്പറാണ് ഇതിൽ സീരീസിൽ വരുന്നത് എങ്കിൽ നമുക്ക് ചെറിയ ഒരു ചേഞ്ച് വരും. നമുക്കിവിടെ ഒരു സിമ്പിളായിട്ട് ഒരു സംഖ്യ ആഡ് ചെയ്യാം, ഒരു 10 കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, 10 കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മിഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ 2 വാല്യൂ ആണല്ലേ നടുവിൽ വരിക അല്ലേ. കറക്റ്റ് ഇതിൻ്റെ നടുവിലുള്ള വാല്യൂ അല്ലേ വരിക നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ചെയ്തിട്ട് കാര്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, നടുവിലുള്ള 2 വാല്യൂസ് എടുക്കുക. അപ്പോൾ 5ഉം 4ഉം 5ഉം ആണല്ലോ നടുവത്തെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 4 + 5/2. 4 + 5/2. അപ്പോൾ 4 + 5 9, 9/2. അപ്പോൾ 4.5. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നടുവിലൊരു വാല്യൂ നമുക്ക് കിട്ടും. 4ൻ്റെയും 5ൻ്റെയും നടുവിലെ വാല്യൂ 4.5 ആണ്. അപ്പോൾ മീഡിയം നമുക്ക് 4.5 കിട്ടി. വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും. സീരീസ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഗ്രൂപ്പ്ഡ് ഡാറ്റ ആകുമ്പോൾ കുറച്ച് വലിയൊരു ഇക്വേഷൻ വരുന്നുണ്ട്. ഓക്കെ, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ ഒന്നുമില്ല,
നമ്മളിതിൻ്റെ ഏറ്റവും നടുവിലെ വാല്യൂ കൂടെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇനി 9 എണ്ണം അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നടുത്ത വാല്യൂ മാത്രമായിട്ട് സെലക്ട് ചെയ്യാം, 4 എടുക്കാം. അപ്പോൾ ഇത് എളുപ്പമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ്ഡ് ഡാറ്റ നോക്കാം. ഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഗ്രൂപ്പ്ഡ് ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഇത്. മീഡിയൻ ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് സി എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച്. ഇതാണ് നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പോൾ മീഡിയൻ കാണുമ്പോൾ മീൻ കാണുന്ന പോലെയല്ല, നമുക്കെന്ത് കുറച്ച് പണിയുണ്ട്. ഓക്കെ, വർക്കൊന്നുമില്ല, സിമ്പിളാണ്, സംഭവം വളരെ സിമ്പിളാണ്. ഈ ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം, ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നോട്ടിൽ തരുന്നുണ്ട്. എൽ, എൻ, സി എഫ്, എഫ്, എച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം ഏതൊക്കെയാണെന്നുള്ളത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കിക്കോണമെന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. കാൽക്കുലേറ്റ് മീഡിയൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചോദ്യം തരും. അപ്പോൾ കാൽക്കുലേറ്റ് മീഡിയൻ എന്ന് പറഞ്ഞ ചോദ്യം തരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ ഇക്വേഷൻ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. നമ്മൾ ഓൾറെഡി ഇവിടെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്താണ് സിഗ്മ. ഇവിടെ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് എടുക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്താണ്, മീഡിയൻ ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ 2 ഡിവൈഡഡ് ബൈ എൻ ബൈ 2 മൈനസ് സി എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച്. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടേബിളിൽ ഒരു കോളം കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു കോളം കൂടെ, അതായത് സി എഫ് എന്ന് പറഞ്ഞ കോളം നമുക്ക് ആഡ് ചെയ്യണം. സി എഫ്, ഓക്കെ, സി എഫ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സി എഫ് എന്ന് പറഞ്ഞ ഒരു കോളം ഇവിടെ ആഡ് ചെയ്യാം. സി എഫ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ് പറയുക. സി എഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സി എഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സി എഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സി എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതിങ്ങനെ ടോട്ടൽ ആഡ് ചെയ്ത് പോണതിനാണ് സി എഫ് എന്ന് പറയാം. ആദ്യം നമ്മൾ ഇത് ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. ഈ 4 ഇതേപോലെ നമ്മൾ ഇവിടെ എടുത്തെഴുതി. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ അടുത്തത് എഴുതുമ്പോൾ 4 ഉം 12 കൂടെ ടോട്ടൽ ചെയ്തിട്ടാണ് ഇവിടെ എഴുതുക. ഓക്കെ, അടുത്ത കോളം 4 + 12 എത്രയാണ്, 16. 16 എങ്ങനെ കിട്ടിയത്, 4 + 12 ആണ്. ഇനി അടുത്ത കോളത്തിൽ നമ്മൾ 4 + 12 + 20. 4 + 12 + 20 നമുക്ക് കിട്ടുക 36 ആണ്. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടലാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ കോളത്തിൽ എത്രയാണ് കിട്ടുക, 4 + 12 + 20 + 9, 45 നമുക്ക് കിട്ടും. 45 കിട്ടിയത് എങ്ങനെയാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. 4 + 12 + 20 + 9 ആണെന്ത് 45 കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത ഏറ്റവും ഈ ലാസ്റ്റ് കോളത്തിലെ വാല്യൂ നോക്കാം. 4 + 12 + 20 + 9 + 5, അത് നമുക്ക് 50 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നത്. വളരെ സിമ്പിളാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇതിലുണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ ഇക്വേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇക്വേഷനിലെ ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതാം. എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് സി എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, ഇനി ഓരോ വാല്യൂസ് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീക്വൻസിയുടെ ടോട്ടലിനാണ് നമ്മൾ എന്ത് പറയാം, എൻ എന്ന് പറയാം. അപ്പോൾ 4 + 12 + 20 + 9 + 5, അതിന് നമുക്ക് എന്ത് കിട്ടി? ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. 50 ആണ് നമുക്ക് എല്ല് കിട്ടുന്നത്. ഓക്കെ,
ഇനി നമുക്ക് n കിട്ടണം. n 50 ആണ്. ഇനി നമുക്ക് സി എഫ് കാൽക്കുലേറ്റ് ചെയ്യണം. സി എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മിഡ് വാല്യൂ നമ്മൾ ആദ്യം എടുക്കണം. ഓക്കെ, ഇത് നമ്മൾ 3 ശ്രേണി നോക്കാം. 1 2 3 4 5 ഗ്രൂപ്പുകളാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതിൻ്റെ നടുവത്തെ ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും എങ്ങനെ മിഡിൽ സ്കോർ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഏറ്റവും സെൻട്രലുള്ള സ്കോറിനെ നമ്മൾ മിഡിൽ സ്കോറായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ബാക്കിയുള്ള വാല്യൂസൊക്കെ കണ്ടെത്തുക. ഇപ്പോൾ n ഓൾറെഡി നമ്മൾ കണ്ടെത്തിയില്ലേ. n എന്ന് പറഞ്ഞാൽ 50 ആണെന്ന് നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് കണ്ടെത്തുന്നത് സി എഫ് ആണ്. സി എഫ് കണ്ടെത്തുന്നത്, സി എഫ് ഒരിക്കലും ഈ വാല്യൂ ആയിരിക്കില്ല, 36 എന്ന വാല്യൂ ആയിരിക്കില്ല. നമ്മുടെ വാല്യൂവിൻ്റെ, അതായത് നമുക്ക് കിട്ടിയ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ക്ലാസ്സിൻ്റെ മുകളിലുള്ള ക്ലാസ്സിനെ എന്ത് പറയാം, സി എഫ് ആയിട്ട് നമ്മൾ എടുക്കുക. അതായത് ഇതിൻ്റെ മിഡിൽ വാല്യൂവിൻ്റെ ഏറ്റവും മുകളിൽ, അതിൻ്റെ തൊട്ട് മുകളിലുള്ള വാല്യൂവിനെയാണ് നമ്മൾ സി എഫ് ആയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ 16 ആണെന്ത് സി എഫ് എന്ന് പറയുന്നത്. സി എഫ് ഈക്വൽ ടു 16. പിന്നെ നമുക്ക് n/2 നമുക്ക് നോക്കാം. എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നോക്കാം. എഫ് ഇതാണ്, ഈ നടുവിൽ ഈ വാല്യൂവിനെയാണ് എന്ത് പറയാം, എഫ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ, ഫ്രീക്വൻസി. നമ്മൾ സെലക്ട് ചെയ്ത എന്താണ് ഗ്രൂപ്പിൻ്റെ മിഡ് വാല്യൂവിൻ്റെ ഫ്രീക്വൻസി ആണെന്ത് 20. അതാണ് എഫ് 20 ആണ്. എഫ് ഈക്വൽ ടു 20. പിന്നെ നമുക്ക് കിട്ടാനുള്ള എച്ച് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ഡിഫറൻസിനെ ആണ് എന്ത് പറയാം, എച്ച് എന്ന് പറയാം. ക്ലാസ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10ൻ്റെയും 20ൻ്റെയും ഇടയിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, 10. 20ൻ്റെയും 30ൻ്റെയും ഇടയിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, 10. 30ൻ്റെയും 40ൻ്റെ ഇടയിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, 10. അപ്പോൾ ഈ 10 ആണെന്ത് ശരിക്കും എച്ച് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് എല്ലാണ്. എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. നമ്മൾ മീഡിയൻ ക്ലാസ് ആയിട്ട് സെലക്ട് ചെയ്തത് ഏതാണ്, ഈ ക്ലാസ്സിനെ ആണല്ലോ അല്ലേ, ലോവർ ലിമിറ്റ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിനെ മീഡിയൻ ക്ലാസ് ആയിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മീഡിയൻ ക്ലാസ് ആയിട്ട് സെലക്ട് ചെയ്ത ഗ്രൂപ്പിൻ്റെ ലോവർ ലിമിറ്റാണിത് നമ്മുടെ എൽ എന്ന് പറയുന്നത്. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടിയത്, ഇപ്പോൾ നമുക്ക് ഈ വാല്യൂ കണ്ടല്ലോ, ഇതിൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ട്. 30 ലോവർ ലിമിറ്റാണ്, 40 അപ്പർ ലിമിറ്റാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ലോവർ ലിമിറ്റ് 40 ആണ്, ഇവിടെ അപ്പർ ലിമിറ്റ് 50 ആണ്. ഇവിടെ ലോവർ ലിമിറ്റ് 50 ആണ്, അപ്പർ ലിമിറ്റ് 60 ആണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ക്ലാസ്, അതായത് നമ്മളെ മീഡിയൻ ക്ലാസ്, നമ്മൾ സെലക്ട് ചെയ്ത മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് എഴുതാം. എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 ആണ്. 30 പ്ലസ് n/2, n 50 ഡിവൈഡഡ് ബൈ 2 മൈനസ് സി എഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണം, നമ്മൾ സെലക്ട് ചെയ്ത മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ എടുക്കരുത്. ഈ നമ്മുടെ സെലക്ട് ചെയ്ത മീഡിയൻ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒരിക്കലും എടുക്കരുത്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പ്രോബ്ലം തെറ്റും. ഓക്കെ, അപ്പോൾ 16 നമ്മൾ എടുത്തു, മൈനസ് സി എഫ് 16 ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറഞ്ഞാൽ 20. ഓക്കെ, ഇൻറ്റു എച്ച് എത്രയാണ്, 10. അപ്പോൾ നമുക്ക് 10 കിട്ടി, വാല്യൂസ് ഓരോന്നും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ടോട്ടൽ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഓരോ വാല്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. 9 ഇൻറ്റു ഇവിടെ 16 25, 50 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 25 മൈനസ് 16, അപ്പോൾ 9/20 30 പ്ലസ് പിന്നെ ഇൻറ്റു 10. അപ്പോൾ ടോട്ടൽ നമുക്ക് വരിക, പിന്നെ നമുക്ക് ആൻസറായിട്ട് കിട്ടുക എത്രയും കാരം ഏകദേശം നമുക്ക് കിട്ടും
390. ഓക്കെ, 90/20 50 എത്രയാ? 35 ആ ഓക്കെ 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 34.5 എന്ന വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഇത് ഇക്വേഷൻ ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്തു നോക്കാം. ഓക്കെ, ഇതാണ് അടുത്ത പ്രോബ്ലം. നിങ്ങൾ എന്ത് ചെയ്യുക, കൂടെ ചെയ്യുക കേട്ടോ. ഇതും ക്ലാസ് ഇൻ്റർവെല്ലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെ ക്ലാസ് ഇൻ്റർവെൽ തരുന്ന സമയത്ത് നമുക്ക് ഒരു കോളം അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരിക, കാൽക്കുലേറ്റ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോളം അഡീഷണൽ ഇവിടെ ആഡ് ചെയ്യും. ആ കോളത്തിൻ്റെ പേര് CF എന്നാണ്. CF എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രീക്വൻസിനെയും നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ അടുത്ത ഫ്രീക്വൻസിയുമായിട്ട് ആഡ് ചെയ്ത് വരുന്ന വാല്യൂവിനെയാണ് എന്ത് പറയാം, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ആഡ് ചെയ്ത് വരുന്ന വാല്യൂവിനെയാണ് എന്ത് പറയാം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് CF കണ്ടെത്തി. CF എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഈ 5 ഇതേപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. അതിന് ഓരോ രീതികളൊക്കെ ഉണ്ട്. ഇക്വേഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ 5 + 15 എത്രയാണ് നോക്കുക. അപ്പോൾ 20 നമുക്ക് കിട്ടി. അപ്പോൾ 20 എഴുതി. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കോളത്തിൽ അടുത്ത പ്രോബ്ലം നോക്കി. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്, 5 ഇനി പറയും 5 അടുത്ത കോളത്തിൽ ഇവിടെ എത്രയാണ് വരിക, ഇവിടെ 20 നമ്മൾ എഴുതി. ഇനി അടുത്ത കോളത്തിൽ യെസ് 32, അടുത്തത് 38, അടുത്തത് 40. അപ്പോൾ നമുക്ക് 40 കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ എടുത്തെഴുതാം. ഇക്വേഷൻ എന്താണ് പറയൂ. മീഡിയൻ = L + n/2 - CF / F × H. ഇതിൽ നമുക്ക് മീഡിയൻ ക്ലാസ് ആദ്യം തന്നെ ഇങ്ങോട്ട് സെലക്ട് ചെയ്യാം. ഇതിൽ ഏറ്റവും നടുവിലുള്ള ക്ലാസ്സിനെ നമുക്ക് മീഡിയൻ ക്ലാസ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, മീഡിയൻ ക്ലാസ് ആയിട്ട് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് L ആദ്യം നോക്കാം. L എത്രയാണ് വരിക? L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് എത്രയാ? യെസ് 400. ഇതാണ് ലോവർ ലിമിറ്റ്, ഇതാണ് അപ്പർ ലിമിറ്റ്. നമുക്ക് കിട്ടേണ്ടത് ലോവർ ലിമിറ്റാണ് 400. ഇനി നമുക്ക് n എത്രയായിരിക്കും? n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ് n എന്ന് പറയാം അല്ലേ. അപ്പോൾ 5 + 15 + 12 + 6 + 2 ആണ് എന്ത് വരിക, നമ്മുടെ n എന്ന വാല്യൂ, നമ്പർ n എന്ന വാല്യൂ വരിക. ടോട്ടൽ എത്രയാണ് കിട്ടുക? n എത്രയാ? യെസ് 40 നമുക്ക് കിട്ടി. 40 കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് CF ആണ്. CF എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്ത വാല്യൂവിൻ്റെ മീഡിയൻ ക്ലാസിൻ്റെ CF നമ്മൾ അറിയാതെ എടുത്തു പോകും. അങ്ങനെ എടുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ തെറ്റും. അതിനെ തൊട്ട് മുകളിലുള്ള വാല്യൂ തന്നെ എടുക്കണം. അപ്പോൾ CF എത്രയാണ് വരിക? 20. യെസ് 20 കിട്ടി. പിന്നെ നമുക്ക് കിട്ടാനുള്ളത് F ആണ്. F എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്. ഫ്രീക്വൻസി 12. യെസ് 12. യെസ് ഈ വാല്യൂ ആണ് നമുക്ക് ഫ്രീക്വൻസി ആയിട്ട് എടുക്കുന്നത് 12. ഇനി നമുക്ക് ഒരു വാല്യൂ കൂടെ കിട്ടാനുണ്ട് H എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഡിഫറൻസിനെയാണെന്ന് പറയാം H എന്ന് പറയാം. അപ്പോൾ ഇവിടെ 400ൻ്റെയും 500ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? യെസ് 100 ആണ്, 100 ആണ്. യെസ്, അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്യാം. ഞാനും എന്ത് ചെയ്യാം 400 +
40 ഡിവൈഡഡ് ബൈ 2 മൈനസ് സി എഫ് എത്രയാണ് 20 ഡിവൈഡഡ് ബൈ 12 എച്ച് 100 അങ്ങനെ വരുന്ന സമയത്ത് പന്ത്രണ്ട് എത്ര കിട്ടിയത് 400 അല്ലേ? യെസ് 400 കറക്റ്റ് ആൻസർ വരാം. ഓക്കെ 400. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് തരണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാം ബാക്കി വർക്കൗട്ട് ചെയ്യാം. ഇനി നമുക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം.